കല്ലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നടന്ന മെഗാ ഭരതനാട്യം വിവാദങ്ങളിൽ നിറയുമ്പോൾ തട്ടിപ്പിനിരയായ പല വിദ്യാർത്ഥികളും നമുക്ക് ചുറ്റുമുണ്ട്. ഭരതനാട്യത്തിന് വിദ്യാർത്ഥികളെ എത്തിക്കാനായി സംഘാടകർ ചൂണ്ടയാക്കിയത് നൃത്ത പരിശീലന കേന്ദ്രങ്ങളെയാണ്. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. ഗിന്നസ് റെക്കോർഡ് കലാപ്രകടനത്തിൽ പങ്കെടുക്കാനുള്ള അവസരം. പങ്കെടുത്ത മുഴുവൻ പേർക്കും സർട്ടിഫിക്കറ്റ്. കേട്ടപ്പോൾ അത്ഭുതം കൂറിയവർ ചെലവ് കാര്യമാക്കിയില്ല. പരിശീലനത്തിനും വസ്ത്രത്തിനുമായി 3500 രൂപ, മറ്റു ചിലവുകൾക്കായി 1500. അങ്ങനെ ആകെ 5000 രൂപ മുടക്കിയാണ് കുട്ടികൾ കൊച്ചിയിലെ കലാപ്രകടനത്തിൽ പങ്കെടുക്കാൻ പോയത്. പടന്നക്കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് മാത്രം 5 പേർ പങ്കെടുത്തു. ഡാൻസ് ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവിടുന്നാണ് അമ്മ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ അമ്മ GFHS പടന്നക്കടപ്പുറം സ്കൂളിൽ പഠിക്കുന്നു. പരിപാടിയൊക്കെ നല്ല ഒരു ഇതായിരുന്നു, നല്ല സന്തോഷം തരുന്നതായിരുന്നു. ആ ഒരു പരിപാടിയിൽ അംഗമാകാൻ കഴിഞ്ഞതിൽ നമുക്ക് എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട്. ഏറ്റവും നല്ല ഭാഗ്യമായിട്ടാണ് കാണുന്നത്. നമുക്ക് ചിലവെല്ലാം കൂടി 5000-ലധികം ആയിട്ടുണ്ട്. എന്നാലും നല്ലതാണ്. നമ്മളോട് ഡ്രസ്സും എല്ലാത്തിനുമായിട്ടാണ്, സർട്ടിഫിക്കറ്റും കാസറ്റും എല്ലാത്തിനായിട്ടാണ് 3500 രൂപ വാങ്ങിച്ചത്. പിന്നെ ചിലവെല്ലാം നമ്മെ തന്നെയാണ് ഇതാക്കിയത്. വലിയ ഒരു റെക്കോർഡ് നേട്ടത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്ന സന്തോഷത്തിനപ്പുറം വലിയ ഒരു കലാവ്യാപാരത്തിന്റെ ഭാഗമാവുക കൂടിയാണ് ചെയ്തതെന്ന് പല കലാകാരികളും മനസ്സിലാക്കിയിട്ടില്ല. ഒരു അത്യാഹിതം സംഭവിച്ചതുകൊണ്ട് മാത്രം പുറം ലോകമറിഞ്ഞ ബിസിനസ് തന്ത്രം കേട്ടന്താളിച്ചത് മക്കളുടെ അനുഗ്രഹങ്ങൾക്കൊപ്പം ചേർന്നു നിന്ന ആയിരക്കണക്കിന് രക്ഷിതാക്കളാണ്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.